ഓ ഓ വിജയന്റിയേ, ഇതിലൊരു 100 രൂപ കുറവുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ തവണ കഴിച്ച 12 കഷ്ണം ബ്രെഡിൻ്റെയും 5 ചായയുടെയും പൈസ ഞാൻ ഈടാക്കണ്ടേ? ലോഡ്ജ് ആണെങ്കിലും ഇതൊരു കച്ചവടം അല്ലേ സദാനന്ദ സാറേ? അപ്പൊ ഇത് സ്നേഹത്തിന്റെ പേരിലല്ലായിരുന്നില്ലേ? There are no free lunches here, Mr. Sadhu. എന്നാ ഓക്കെ, അത് പറ. പക്ഷേ ലഞ്ച് സമയത്ത് എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ലല്ലോ, അവിടെ ജോലി ഇല്ലയോ? ചേട്ടാ ഇന്ന് മുടക്കാണ്, നാളെ ശമ്പളം കിട്ടുള്ളൂ. നാളെ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുതരാട്ടാ. അതെ, ഇവനെ കാണാൻ വലിയ മെനയില്ലെങ്കിലും എനിക്ക് അവനെ ഭയങ്കര വിശ്വാസമാ. അതെ, താഴത്തെ ഗോഡൗൺ മാനേജർ വ്യാസന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി കേട്ടാ. അബ്ദു, എന്താ വേണ്ട ബ്രേക്ക്ഫാസ്റ്റിന്? ഇവിടെ മുരിച്ച റൊട്ടിയും ചായയല്ലേ ഉള്ളു, പിന്നെന്താ ചോദിക്കാൻ? മുട്ടയുടെ മഞ്ഞക്കരുണ്ട്, അത് വേണമെന്നാ ചോദിച്ചത്. മഞ്ഞക്കരിയോ? അയ്യോ, മഞ്ഞക്കുരു മാത്രം വരുന്ന കോഴിയുണ്ടോ ഇവിടെ? ഉണ്ടെന്ന്, പക്ഷേ എണ്ണത്തിൽ കുറവാ. ഈ കുഴിത്തറ പാറശാല ഏരിയയിൽ നിന്ന് വരുന്ന മുട്ടകളാ. തിരുവനന്തപുരം ഇതുപോലുള്ള ജാക്കി സാധനങ്ങളൊക്കെ നമ്മളെ നാട്ടിലേക്ക് കാണു. എന്റെ സദു, രാവിലെ ഓടാൻ പോകുന്നില്ലേ ആ ചെറുക്കന് 20 മുട്ടയുടെ വെള്ളയാ ബ്രേക്ക്ഫാസ്റ്റ്. ദാ അതിന്റെ ബാക്കിയാ ഈ മഞ്ഞക്കരി. അയ്യോ, പറഞ്ഞല്ലേ അവന്റെ ഇന്ന് വാടക വാങ്ങിച്ചില്ല. അവൻ കസർത്തും കോളാമ്പി എടുത്ത് വരുമ്പോഴത്തേക്കും മണി 11 ആവും. അപ്പൊ നിന്റെയാ? ഇപ്പൊ വരും. നമ്മുടെ ബാങ്ക് ഓർക്കണിട്ട് വരുന്നല്ലേ ഉള്ളു. ഊറ്റി ജീവിക്കാൻ തന്നെ അല്ലേ അവനെ സിനിമാ നടനാക്കാന്ന് പറഞ്ഞോണ്ട്. സാധാരണ വേണ്ട ദിനം പറയല്ലേ. ആ, കഷ്ടപ്പെട്ട് വേണം അവൻ ഓരോ പടവും ചവിട്ടി കയറാൻ. പിന്നെ ഇന്നത്തെ സിനിമയിലെ സൂപ്പറുകളെല്ലാം അങ്ങനെ ചവിട്ടിക്കയറി വന്നിട്ടുള്ളവർ തന്നെയാ. ഈസി ആയിട്ടങ്ങ് കയറിയ ജനം വലിച്ച് താഴെയിടുവെന്ന ചരിത്രം തെളിയിക്കുന്നത്. ഇതാണ് അവൻ്റെ സാമീസ് ലോഡ്ജ്. പഴയ മദ്രാസ് ആണെന്ന ഇന്നത്തെ കൊച്ചി. എണ്ണം പറഞ്ഞൊരു സിനിമാ വാരികയുടെ സബ് എഡിറ്ററായി ഞാൻ വിചാരിച്ചാൽ അവനെ പുഷ്പം പോലെ സിനിമ കയറ്റാൻ പറ്റില്ലേ? എന്ത് പറ്റൂലേ? പക്ഷെ ഞാൻ ചെയ്യില്ല. അല്ല, ഇപ്പൊ ഈ എണ്ണം പറഞ്ഞ സിനിമാ മാസിക എന്ന് പറഞ്ഞത് ഏത്? എന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്ന കോപ്പികൾ മാത്രം അടിക്കുന്ന ഒരു വാരിക. ചുമ്മാ തരണോടാ നീയൊക്കെ എപ്പോഴും മറ്റേ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം നിന്നോണ്ടിരിക്കുന്നേ. ഓ, അത് ഞാൻ സഹിച്ചു. എൻ്റെ ഒരു ഷൂ ആരോ അടിച്ചു മാറ്റി. ഇന്നലെ മഴ നനഞ്ഞുകൊണ്ട് വെളിയിൽ ഉണക്കാനിട്ടിരുന്ന ഷൂവാ. എൻ്റെ സതീശ, നിന്റെ ഒരു ഷൂ കൊണ്ട് ഇവിടെ ആർക്ക് എന്ത് പ്രയോജനം? 2 ഷൂവും കാണാതെ പോയെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ന്യായമുണ്ട്. നാറ്റമുള്ള ഷൂ പട്ടി കടിച്ചോണ്ട് പോകും. അത് ഈ പട്ടി സ്റ്റെപ്പ് കയറി വരുമോ? പട്ടി ചന്ദ്രനിൽ പോയി, പിന്നെയാണോ 10 സ്റ്റെപ്പ്? നീ ആ കോർപ്പറേഷൻ പെട്ടിയുടെ അടുത്ത് പോയി നോക്ക് സതീശ, ചിലപ്പോ കിട്ടും. സതീശനല്ലണ്ണ, അവൻ ഇന്നു മുതൽ സാഗറാണ്. സാഗർ എന്ന് മുതൽ? 2 ദിവസമായി. എന്തേ നമ്മൾ അറിഞ്ഞില്ലല്ലോ. ആ, എന്നാ ഇതൊരു പൊതു അറിയിപ്പായി കണക്കാക്കുക. ഓ ശരി, നീ പോയി നോക്കണേ. ആ ജോയി സാറിനെ കാണാൻ പോകുമ്പോ ഇട്ടോണ്ട് പോകാനുള്ളതാ. ഓക്കെ. നിന്നെ അവിടെ വിവേക് പട്ടിണിക്ക് ഇടുവായിരുന്നോ? എന്തൊരു ആർത്തിയാടി ഇത് ശവമേ. കോമ്പറ്റീഷൻ അയാളുടെ ഫ്രണ്ട്സിന്റെ ഭാര്യമാരുമായിട്ടായിരുന്നല്ലോ. അവന്തിക ശർമ്മ, നേഹ ദുഗ്ഗൽ, മൃണാളിനി ഭട്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ അടിവയറ്റിന്ന് ഒരാളല്ല. ഓരോ ഉരുള വായി വെക്കുമ്പോഴും ഇവളുമാരുടെ ഒതുങ്ങിച്ചടച്ച അരക്കെട്ടുകൾ ഓർമ്മയിൽ വരും. പിന്നെ വിവേകിന്റെ ഇങ്ങനെ തിന്നു കൊഴുത്തോടി തടിച്ചു എന്നുള്ള ഒരു നോട്ടവും. ഡിവോഴ്സ് പേപ്പർ കൈ കെട്ടി ഞാൻ ആദ്യം പോയത്
ജൂഹു മാരിയറ്റിലെ ബുഫേ സ്പ്രെഡിലേക്കാ. ഓ, തിന്ന് മതിക്കാനായിട്ട്. ദേ വരണേണ്ട അപ്പൊ മുമ്പേ ഒന്ന് കമ്പനി പോയിച്ചു വരാം. ട്രോളിംഗ് നിരോധനാണേ, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കബൂലാക്കാനുണ്ട്. വൈകിട്ട് നേരത്തെ വരാം. രാജിയിൽ എന്തോ കുന്തപ്പരാണ്ടി നടക്കണ്ടല്ല, മെക്സിക്കനാ ജമ്മൈക്കനാ, നമ്മക്ക് അവിടെ പോയി അങ്ങ് പൊളിക്കാം. എന്തേ എന്റെ തീറ്റ കണ്ടിട്ടാണോ ഡിന്നർ ബുഫേ വാങ്ങിത്തരാന്ന് പറയുന്നത്? അയ്യോ തിന്ന് അങ്ങോട്ട് തിന്നാനല്ലേ നമ്മ ജീവിക്കരുത്. ഇവിടെയും കുറച്ച് തീറ്റിക്ക് ഇക്കണ്ട ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കിയിട്ട് പാവയ്ക്ക ജ്യൂസും തക്കാളിയും കഴിച്ചുകൊണ്ട് കിടക്കാൻ വരും. ഇതാരെ ബോധിപ്പിക്കാനാണ്? ഈ ക്യാൻസറും ട്യൂമറും ഉണ്ടാവുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടല്ല, കഴിക്കാതിരിക്കുമ്പോഴാണ്. ഇന്ന് ആരാണ് സമയാസമയത്ത് ഭക്ഷണം കഴിക്കണത്? അതായി എല്ലാ അസുഖത്തിനും കാരണം. അൽതാസ്ക മതി. മതിയെങ്കിൽ മതി, പോട്ടെ, വൈകിട്ട് കാണാം. ഓക്കെ. മമ്മൂട്ടി ബെൻസ് എടുക്കടാ. എനിക്കിന്നും മനസ്സിലാവാത്തൊരു പാരഡോക്സ് ആണ് സെറീന, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ. ഒരു സെയിൻറ്റ് സ്റ്റീഫൻ ലിറ്ററേച്ചർ പ്രോഡക്റ്റ്, കല്യാണം കഴിച്ചത് ഒരു ഫോർട്ട് കൊച്ചിക്കാരൻ, പുത്തൻ പണക്കാരൻ മാപ്പിളയെ, എന്നിട്ടും സീമിംഗ്ലി തൃപ്തികരമായൊരു കുടുംബജീവിതം. തശോദ്, ഐ എം വെരി ഹാപ്പി വിത്ത് ഹിം. പഠിത്തം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വാപ്പ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ നിക്കാഹ്. ആരെ വേണമെങ്കിലും കെട്ടിക്കോ, മുസ്ലിം ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഒരു കണ്ണട വെച്ച IAS കാരൻ കബീർ മുഹമ്മദ്, അല്ലെങ്കിൽ ഒരു സിൽക്കൻ വാലി ടെക്കി, മീശയില്ലാത്ത മലപ്പുറം മേത്തൻ, അതായിരുന്നു വാപ്പ പ്രതീക്ഷിച്ചത്. ബട്ട് ഐ വാസ് ലൈക്ക്, എനിക്ക് ഒരുപാട് കാശുള്ള ഒരു മണ്ടൻ മാപ്പിള മതി. സൂക്ഷം പോലെ അൽത്താസ് വന്ന് വീണു. സീ ഫുഡ് മൊണാർക്ക്, മട്ടാഞ്ചേരി സ്കൂളിൽ നിന്ന് 9ാം ക്ലാസ് ഫെയിൽ. കാശ് മാത്രം മതിയോ? പോരാ, മണ്ടത്തനവും വേണം, അത് ആവശ്യത്തിനുണ്ട്. സീരിയസ്ലി ഇറ്റ് വർക്ക്സ്. ഒരുപാട് ബുദ്ധിയുള്ള ഭർത്താക്കന്മാര് ഒരു ബാധ്യതയാണ്. ഇതാവുമ്പോൾ നമ്മളാണ് അവരുടെ കണ്ണിൽ ദ എപ്പിറ്റമി ഓഫ് ലവ്. നിന്നെ പോലുള്ള മറ്റു മറിയാഴ്ചകളൊന്നും നമുക്ക് കോമ്പറ്റീഷനേ ആവില്ല. Then these guys are really damn good in bed, yeah. അത് പ്രകൃതിയുടെ ഒരു ബാലൻസിങ് ആക്റ്റാണ്. ആന കരിമ്പിൻ കാട്ടിലോട്ട് വരുമ്പോലൊരു വരക്ക ഉണ്ട് മോളെ. റിയലി? വേണ്ട, അതിനു വേണ്ടി നീ ഇനി ഒരു കാടൊന്നും ഉണ്ടാക്കണ്ട. വിട്ടുപിടി, വേണ്ട. പൊടി, ഞാൻ പറഞ്ഞല്ലോ, ലീസ്റ്റ് ഇൻട്രസ്റ്റഡ്. ഒന്നും നടക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അനാഥപ്രേതങ്ങളിൽ മാത്രമേ എനിക്ക് കണ്ണുള്ളൂ. ഹായ് അബ്ദു അങ്കിൾ. ആ, ഇന്നും വെള്ളം തീർന്നോ? ഇത് കോരസാറിനാണ്. അപ്പൊ അബ്ദു അങ്കിൾ ഇല്ലെങ്കിൽ കോരസാർ എന്ത് ചെയ്യും? കുടിക്കൂല. അപ്പൊ നമ്പർ 2? ആ, അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു, വല്ലപ്പോഴും ഉണ്ടാവും. അയ്യേ, ഞാൻ ചെല്ലട്ടേട്ടാ, പകുതിക്ക് നിൽക്കണം. ഹായ് അർജുൻ. ഹായ് അമല, ഐ കൻ ഡ്രോപ്പ് യു. ഞാൻ പോകുന്ന വഴിക്കല്ലേ തന്റെ വീട്? വേണ്ട, യാർ സെയിം ക്ലാസ് അമല. മൃദുൽ ജോണിന്റെ ഗാങ്ങിലാണെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നൂടെ? ഒരു ഹായ് ബൈ റിലേഷൻഷിപ്പ്. അർജുൻ. യെസ്. ഹായ്. ഹായ് അമല. ബൈ അർജുൻ. ചീറ്റി പോയി അല്ലേ അപ്പി? ചെറുതായിട്ട്. ഓ, ഇനി എത്ര ചീറ്റാൻ കിടക്കണ എന്റെ അപ്പി. ഇതുകൊണ്ടൊന്നും ഞാൻ ദേവദാസ് ആവില്ല സദു. ഈ ഒരു പെയിൻ അറിഞ്ഞാലേ ലവിനൊരു സുഖമുള്ളൂ. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കേ.